ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ക്യാപ്റ്റൻസി നോമിനേഷൻസ് ആയിരുന്നു ഇപ്പോൾ. നെവിൻ, ബിന്നി, റെന ഫാത്തിമ ഇവര് 3 പേരുമാണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. 3 പേരെയും ഫേവർ ചെയ്ത് ക്യാപ്റ്റൻസിയിലേക്ക് ഇട്ടിരിക്കുന്നതാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബിന്നി ഇതിപ്പോ 2ാമത്തെ ആഴ്ചയാണ് അടുപ്പിച്ച് വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ബിന്നിയുടെ പേര് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും പറഞ്ഞ് ഞാൻ മെനക്കെടുന്നില്ല. എന്താണ് വേണ്ടെന്നറിയോ? 3-4 വൈൽഡ് കാർഡുകളെ കയറ്റി വിട്ടിട്ട് ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പ് പൊളിക്കാനുള്ള ഒരു ഗോള് അസൈൻമെന്റ് കൊടുത്തു വിടണം ബിഗ് ബോസ്. ഓരോ ഏജന്റുകളെ അയച്ചാൽ മതി. ഒരാൾ പോയി അക്ബർ അപ്പാനി ഗ്രൂപ്പ് പൊട്ടിക്കണം. അവരെയാണ് മെയിൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. കാരണം അവരാണ് അവിടുത്തെ പവർ ഡൈനാമിക്സ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഗ്രൂപ്പ് പോയിട്ട് നമ്മുടെ ഷാനവാസ്, ഒനീൽ, അഭിലാഷ് ഇവര് 3 പേരെയും കൊണ്ട് അടിച്ചു പിരിക്കണം. പിന്നെ ആദിലാനൂറ, അനുമോൾ അവര് പുതിയ ഗ്രൂപ്പാണല്ലോ, അവരെയും ഒന്ന് അടിച്ചു പിരിക്കണം. ഓരോ വൈൽഡ് കാർഡുകളെ കയറ്റി വിട്ട് ഓരോ ഗ്രൂപ്പും ഓരോരുത്തരെ വെച്ച് പൊളിച്ചു വിടണം എന്റെ ബോസണ്ണ. ഈ ഗ്രൂപ്പിസം ഫേവർസും കളികളൊക്കെ ഇത്തിരി കൂടി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ക്യാപ്റ്റൻസിയിലേക്കൊക്കെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്യൂർലി പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്ത് വിടേണ്ടത്. ജയില്, അതേപോലെ ക്യാപ്റ്റൻസി, ഇതൊക്കെ പ്യൂർലി പെർഫോമൻസ് വെച്ചിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ കണ്ണി കാണുന്ന ആളുകളെയൊക്കെ പിടിച്ച് ക്യാപ്റ്റൻസിയിലേക്കും ജയിലിലേക്കും ഒക്കെ വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.